ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂൺ 8 മറിയം ത്രേസ്യയുടെ ഓർമ്മദിനം. തൃശൂർ പുത്തൻചിറ ഗ്രാമത്തിൽ 1876 ഏപ്രിൽ 26 തോമ ആനി ദമ്പതികളുടെ പുത്രിയായി മറിയം ത്രേസ്യ ജനിച്ചു. മകളെ ആഴമായ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ അന്ന പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ അവൾ എല്ലാ ദിവസവും ദിവ്യവേലയിൽ പങ്കെടുക്കുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പുണ്യമതി എന്ന പേര് സമ്പാദിച്ച മറിയം ത്രേസ്യ താൻ ഈശോയുടെ കൂടെ കരയുവാനും സഹിക്കുവാനും ഉണർന്നിരിക്കുവാനും വിളിക്കപ്പെട്ടവരാണെന്ന് തോന്നി. ഈശോയുടെ പീഡാനുഭവത്തിലെ കുറവ് തൻ്റെ ശരീരത്തിൽ നികത്താൻ അവൾ പലവിധ പ്രായശ്ചിത്തങ്ങളും അനുഷ്ഠിച്ചിരുന്നു. തൻ്റെ 5-ാമത്തെ വയസ്സ് മുതൽ തന്നെ ത്രേസ്യ ഉപവസിച്ചു തുടങ്ങിയിരുന്നു. അവൾ അമ്മയോട് പറയുമായിരുന്നു, നല്ലവനായ ദൈവം സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്കെങ്ങനെ കളിച്ചുല്ലസിക്കാനാവും. അവളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായി തോന്നിയ നിമിഷം അവളുടെ ദിവ്യകാരുണ്യ സ്വീകരണമായിരുന്നു. പല പ്രാവശ്യം ഈശോയും മാതാവും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. നിരവധിയായ വേളകളിൽ അവൾക്ക് പഞ്ചക്ഷത അനുഭവങ്ങളും ഉണ്ടായിരുന്നു. 1912 കർമ്മലീത്ത മഠത്തിൽ ചേർന്ന ത്രേസ്യ തിരിച്ചറിഞ്ഞു താൻ ആ മഠത്തിലല്ല തുടരേണ്ടതെന്ന്. അവളുടെ ആധ്യാത്മിക പിതാവായ ജോസഫ് വിധേയത്തിലച്ഛൻ്റെയും മാർ മേനാച്ചേരി പിതാവിൻ്റെയും അനുവാദത്തോടെ പുതിയ സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ചു. സഭയുടെ പ്രഥമ ഭവനം 1913 ജനുവരി 27 ആരംഭിച്ചു. 1914 മെയ് 14 അതൊരു മഠമായി. അങ്ങനെ തിരുക്കുടുംബ സന്യാസിനി സഭ സ്ഥാപിതമായി. ഈ സമൂഹത്തിനു വേണ്ടി പ്രയത്നിച്ച ത്രേസ്യ 1926 ജൂൺ 8 ദിവംഗതിയായി. ഈശോ മറിയം യോസേപ്പേ, എൻ്റെ ഹൃദയവും ആത്മാവും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നതായിരുന്നു അന്തിമ വചസ്സുകൾ. 1994 ജൂൺ 28 മാർപ്പാപ്പയിൽ നിന്നും ദേവദാസിക്കുള്ള വീരോചിതമായ സദ്ഗുണങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടായി. 2000 ഏപ്രിൽ 9 മഹാജൂബിലി വർഷത്തിൽ മറിയം ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ശേഷം 2019 ഒക്ടോബർ 13 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. ചെറുപ്പം മുതലേ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തിനായി തൻ്റെ ജീവിതം മാറ്റിവെച്ച വിശുദ്ധ മറിയം ത്രേസ്യയെയും റോൾ മോഡലാക്കി നമുക്കും ജീവിക്കാം. ഏവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.